Hi students, റെസിസ്റ്റൻസിന്റെ പാരലൽ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി സോൾവ് ചെയ്തു. ഇനി 1-2 ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സോൾവ് ചെയ്യാം. എന്നിട്ട് പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറന്റ് ഡ്രോൺ ഫ്രം ദി ബാറ്ററി by network of 4 resistors shown in the figure. Find the current drawn from the battery by network of 4 resistors shown in the figure. ഫിഗർ തന്നിട്ടുണ്ട്. ഈ 4 റെസിസ്റ്റേഴ്സിന്റെ നെറ്റ്വർക്ക് ബാറ്ററിയിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറന്റിന്റെ അളവ് ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 4 റെസിസ്റ്റേഴ്സ്, ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് 10 ഓം, ബാറ്ററി 3 വാട്ട്, പിന്നെ ഒരു കീ. ഈ റെസിസ്റ്റേഴ്സ് സർക്യൂട്ടിലെ സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്? ഒരു സർക്യൂട്ടിലെ ഡിവൈസസ് സീരീസ് ആണോ പാരലൽ ആണോ കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെ മനസ്സിലാക്കും? സെയിം കറന്റ് ആണോ എല്ലാ ഡിവൈസുകളും കടന്നു പോവുകയാണെങ്കിൽ അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അല്ല, ഡിഫറെന്റ് കറന്റ് ആണ് ഡിവൈസസിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ ആ ഡിവൈസസിന്റെ കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷൻ ആണ്. ഇപ്പൊ ഇവിടെ കറന്റ് ഇവിടെ ഒന്ന് വന്നു, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2 ബ്രാഞ്ച് ആയിട്ട് തിരിയും. കുറച്ച് കറന്റ് ഇതിലൂടെ പോകും, കുറച്ച് കറന്റ് ഇതിലൂടെ പോകും. അപ്പൊ ഇവിടെ ഡിഫറെന്റ് കറന്റ് ആണ് ഇവിടെ പോകുന്നത്. അപ്പൊ ഇത് പാരലൽ കണക്ഷൻ ആണ്. അതേസമയം ഇവിടുത്തെ ഉള്ള കറന്റ് നോക്കാം, സെയിം 2 റെസിസ്റ്ററുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഇതേപോലെയുള്ള കറന്റ് സെയിം 2 റെസിസ്റ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ ഈ മുകളിലുള്ള 2 റെസിസ്റ്ററുകൾ സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ താഴെ 2 റെസിസ്റ്ററുകളോ സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 സീരീസ് കോമ്പിനേഷനുകളും പരസ്പരം പാരലൽ ആണ്. അപ്പൊ ഇവിടുത്തെ കറന്റ് കാണണമെങ്കിൽ സർക്യൂട്ടിലെ മൊത്തം റെസിസ്റ്റൻസും കാണണം. ഈ കോമ്പിനേഷനിൽ എങ്ങനെയാണ് മൊത്തം റെസിസ്റ്റൻസ് കാണാം? ആദ്യത്തെ ഈ മുകളിലുള്ള സീരീസ് കോമ്പിനേഷന്റെ റെസിസ്റ്റൻസും അതുപോലെ ഈ താഴെയുള്ള 2 റെസിസ്റ്ററുകളുടെ സീരീസ് കോമ്പിനേഷൻ റെസിസ്റ്റൻസ് കാണുക. എന്നിട്ട് ഇതിലെ പാരലൽ കോമ്പിനേഷൻ ആണല്ലോ, പരസ്പരം പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോ എന്നിട്ട് ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം. ഇവിടെ 4 റെസിസ്റ്ററുകൾ ഉണ്ട്. ഇത് R1 എന്ന് കൊടുക്കുക, ഇത് നമുക്ക് R2 എന്ന് കൊടുക്കുക, ഇത് നമുക്ക് R3 എന്ന് കൊടുക്കുക, ഇത് നമുക്ക് R4 എന്ന് കൊടുക്കുക. അപ്പോ R1 is equal to 10 ohm, R2 is equal to 10 ohm, അതുപോലെ തന്നെ R3 10 ohm ആണ്, R4 10 ohm. ഇനി 3 വോൾട്ട്, ഇനി ബാറ്ററിയുടെ വോൾട്ടേജ് 3 വോൾട്ട് ആണ്, അതായത് V is equal to 3 watt. ഇനി എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? Find the current drawn from the battery. ഇവിടുത്തെ കറന്റ് ആണ് കാണാൻ പറയുന്നത്, അതായത് I is equal to question mark. ഇവിടെ കറന്റ് I ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓംസ് ലോ പ്രകാരം കറന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? I is equal to V by R. ഇതില് V വോൾട്ടേജ് തന്നിട്ടുണ്ട് 3 വോൾട്ട് ബൈ R. R എന്ന റെസിസ്റ്റൻസ് ആണ്, സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്, സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇതെങ്ങനെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം? ഇവിടെ R1 R2 സീരീസ് കോമ്പിനേഷനിലാണ്, R3 R4 സീരീസ് കോമ്പിനേഷനിലാണ്. R1 R2 R3 R4 പരസ്പരം പാരലൽ കോമ്പിനേഷനാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ സീരീസ് കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് കാണാം, അതായത് resistance of series combination. Series combination of R1 R2, R1 and R2 എത്രയാണ്? R1 plus R2, അതായത് R1 10 ആണ്, R2 10 അവിടെ എല്ലാം 10 ആണ്. 10 plus 10 അതായത് 20 ohm. അപ്പൊ R1 R2 സീരീസ് കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് നമ്മൾ 20 ഓം കണ്ടു.
ഇതേപോലെ ഇവിടുത്തെ R3 R4 സീരീസ് കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് കാണാം. Resistance of series combination. Series combination of R3 and R4 is equal to R3 plus R4 is equal to R3 R4 തന്നെയാണ് 10 plus 10 അതായത് 20 ohm. ഇവിടെ R3 R4 സീരീസ് കോമ്പിനേഷന്റെ റെസിസ്റ്റൻസും 20 ohm ആണ്. ഇവിടെ R1 R2 സീരീസ് കോമ്പിനേഷനും R3 R4 സീരീസ് കോമ്പിനേഷനും പരസ്പരം പാരലൽ ആണ്. അപ്പൊ ഇനി ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ഈ പാരലൽ കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് of parallel combination. Total resistance of parallel combination. അതായത് 1/R is equal to നമ്മൾ 1/R1 plus 1/R ഫോർമുല എഴുതാം. ഇവിടുത്തെ ഈ സീരീസ് കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 20 ആണ്. അതായത് 1/20 പ്ലസ് ഈ സീരീസ് കോമ്പിനേഷന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? അത് 20 ആണ്. 1/20 അതായത് 2/20. Therefore R is equal to 1/R എന്നുള്ളത് തിരിച്ച് R/1. അപ്പൊ അതേപോലെ 2/20 എന്നുള്ളത് 20/2 equal to 10 ohm. അപ്പൊ ഈ നെറ്റ്വർക്കിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 10 ohm ആണ്. അപ്പൊ ഈ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് 3/R എന്നാൽ 10 ആണ്. equal to current 0.3 ampere. ഓക്കെ, ഇനിയിപ്പോ ഈ ചെയ്ത തന്നെ ചെറിയൊരു വ്യത്യാസം വേറെ രീതിയിൽ ചെയ്യുന്നതോടെ കാണിക്കാം. അപ്പൊ ആ രീതി കൂടി കാണാൻ. ഓക്കെ, അപ്പൊ ഇത് മായ്ക്കാം. ഇവിടെ ഈ ഫിഗറില് ഈ 4 റെസിസ്റ്ററുകളുടെ നെറ്റ്വർക്ക് ബാറ്ററിയിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറന്റ് കാണാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കറന്റ് I ആണ് കാണാൻ പറഞ്ഞുള്ളത്. ഓംസ് ലോ പ്രകാരം കറന്റ് കാണാൻ ഇക്വേഷൻ I is equal to V/R. അതായത് V എന്ന് പറഞ്ഞാൽ ഇവിടെ 3 വോൾട്ട് ആണ്. ബൈ R. R നമുക്ക് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കണ്ടത്. അപ്പൊ അത് എഴുതി. ഇവിടെ R എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്കിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്ററുകൾ എങ്ങനെ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്? മുകളിലെ 2 റെസിസ്റ്ററുകളും താഴെ 2 റെസിസ്റ്ററുകളും പരസ്പരം പാരലൽ ആണ്. അപ്പൊ ഈ പാരലൽ കോമ്പിനേഷന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാണേണ്ടത്. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് പാരലൽ കോമ്പിനേഷൻ. Total resistance of parallel combination is given by 1/R is equal to നമ്മൾ എങ്ങനെ എഴുതാം? 1/R1 plus 1/R2 ഫോർമുല അല്ലേ? ഇവിടെ ഇവ പരസ്പരം പാരലൽ ആണ്. അപ്പൊ ഇവിടെ 1/ ഇവിടുത്തെ 10 plus 10 പ്ലസ് 1/R2 സ്ഥാനത്ത് ഇവിടുത്തെ 10 plus 10 equal to 1/20 plus 1/20. അതായത് 2/20. Therefore R is equal to 20/2. അതായത് 10. അപ്പോൾ ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് 10 ohm ആണ് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ R ന്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാം. 3/10 equal to 3 10 പോകില്ല. 0.30 3 times. അപ്പൊ I is equal to 0.3 ampere. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, our second question. A hot plate of an electric oven connected to a 220 volt line has 2 resistance coils A and B, each of 24 ohm resistance, which may be used separately in series or in parallel.
വാട്ട് ആർ ദ കറന്റ്സ് ഇൻ 3 കേസസ്? അപ്പൊ ഇവിടെ എന്തൊക്കെ വാല്യൂ നൽകിയിട്ടുള്ളത്? എ ഹോട്ട് പ്ലേറ്റ് ഓഫ് an electric oven connected to a 220 volt line or 220 watt, അതായത് വോൾട്ടേജ്, has two resistance coils A and B, each of 24 ohm resistance. അപ്പോൾ രണ്ട് കോയിൽ ഉണ്ട്, എയും ബിയും, ഓരോന്നിന്റെ റെസിസ്റ്റൻസും 24 ഓം ആണ്. അപ്പോ 24 ഓം, ഒന്നിന് R1 കൊടുക്കുക, മറ്റേതിന് R2 കൊടുക്കുക. ഇനി എന്താ പറയുന്നത്? which may be used separately in series or in parallel. What are the currents in the 3 cases? ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു ഇലക്ട്രിക് ഓവൻ അത് കണക്ട് ചെയ്തിരിക്കുന്നത് 220 വോൾട്ട് ലൈനിൽ. ഈ ഇലക്ട്രിക് ഓവനിൽ രണ്ട് കോയിൽസ് ഉണ്ട്, എ ആൻഡ് ബി. രണ്ടിന്റെ റെസിസ്റ്റൻസ് 24 ഓം ആണ്, അതായത് R1 24 ഓം, R2 24 ഓം. ഇനി ഈ രണ്ട് കോയിലും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, സീരീസ് ആയി യൂസ് ചെയ്യാം, പാരലൽ യൂസ് ചെയ്യാം. ഈ 3 കേസിലും കറന്റ് കാണാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഒന്ന്, കറന്റ് if coils are used separately. ഒന്ന്, കോയിൽസ് സെപ്പറേറ്റ് ആയി യൂസ് ചെയ്യുമ്പോഴുള്ള കറന്റ്. രണ്ട്, കറന്റ് if coils are in series. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കറന്റ് if coils are in parallel. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഇലക്ട്രിക് ഓവൻ 220 വോൾട്ട് ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതിൽ രണ്ട് കോയിൽ ഉണ്ട്, എയും ബിയും. രണ്ടിന്റെ റെസിസ്റ്റൻസ് 24 ഓം ആണ്, അതായത് R1 24 ഓം, R2 24 ഓം. ഈ രണ്ട് കോയിൽസും സെപ്പറേറ്റ് ആയിട്ടും സീരീസ് ആയിട്ടും പാരലൽ കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 3 കേസിലുള്ള കറന്റ് കാണാൻ, അതായത് കോയിൽസ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലുള്ള കറന്റ് കാണാം, അതേപോലെ തന്നെ കോയിൽസ് സീരീസ് ആയി കണക്ട് ചെയ്യാനുള്ള കറന്റ് കാണാം, അതുപോലെ തന്നെ കോയിൽസ് പാരലൽ കണക്ട് ചെയ്യാനുള്ള കറന്റ് കാണാം. ഇങ്ങനെ 3 അപ്പൊ ഫസ്റ്റ് സപ്പോസിഷൻ കാണാം. കറന്റ് if coils are used separately. അപ്പൊ കോയിൽസ് രണ്ടെണ്ണം ഉണ്ട്, കോയിൽ എ ആൻഡ് ബി. അപ്പൊ ആദ്യം കോയിൽ എയിലുള്ള കറന്റ് നമുക്ക് കാണാം. ഓംസ് ലോ പ്രകാരം കറന്റ് കാണുന്ന ഇക്വേഷൻ I is equal to V/R is equal to, ഇവിടെ V എത്രയാണ്? 220 by R. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, അതായത് കോയിൽ എയുടെ റെസിസ്റ്റൻസ്. കോയിൽ എയുടെ റെസിസ്റ്റൻസ് 24 ആണ്, കോയിൽ ബി റെസിസ്റ്റൻസ് 24 ആണ്. അപ്പോൾ R is equal to 24 equals 220നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9.2 കിട്ടും. ഇവിടുത്തെ കറന്റ് 9.2 ആംപിയർ. ഇത് കോയിൽ എയുടെ കറന്റ്. കോയിൽ ബിയിലെ കറന്റോ സെയിം ആണ്, കാരണം റെസിസ്റ്റൻസ് സെയിം ആണല്ലോ. അപ്പൊ കോയിൽ ബി കറന്റ് ഇക്വേഷൻ I is equal to V/R. ഇവിടെ ബി 220 by R, കോയിൽ ബിയുടെ റെസിസ്റ്റൻസ് 24 എന്നാണ്. ഇവിടെ 220നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9.2, കറന്റ് 9.2 ആംപിയർ. ഇപ്പൊ കോയിൽ എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന കറന്റ് 9.2 ആംപിയർ ആണ്. കോയിൽ എ ആണെങ്കിൽ 9.2 ആംപിയർ, കോയിൽ ബി ആണെങ്കിൽ 9.2 ആംപിയർ. അപ്പൊ കോയിൽ എയും ബിയും സീരീസ് ആയി കണക്ട് ചെയ്താലുള്ള കറന്റ് ആണ് ഇനി കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഓംസ് ലോ പ്രകാരം കറന്റ് കാണുന്ന ഇക്വേഷൻ I is equal to V/R is equal to V 220 by R. ഇവിടുത്തെ പറഞ്ഞാല് എയും ബിയും സീരീസ് കണക്ട് ചെയ്താലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ സീരീസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണുക? R is equal to R1 plus R2, അതായത് R1 R2 24 ആണല്ലോ. അപ്പൊ 24 plus 24 is equal to 48 ohm. ഇതാണ് ഇവിടുത്തെ സീരീസ് ആയി കണക്ട് ചെയ്താലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ആറിന്റെ വാല്യൂ ഇതാ 220 by 48.
220യെ 48 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4.6 കിട്ടും. അപ്പൊ കറണ്ട് 4.6 ആംപിയർ. ഇതാണ് കോയിൽ എയും ബിയും സീരീസ് ആയി കണക്ട് ചെയ്താൽ ലഭിക്കുന്ന കറണ്ടിന്റെ അളവ്. ഇനി കോയിൽസ് എയും ബിയും പാരലൽ കണക്ട് ചെയ്താൽ കിട്ടുന്ന കറണ്ടാണ് ഈ കാണാൻ പറയുന്നത്. അപ്പൊ അവിടെ ഓംസ് ലോ പ്രകാരം I is equal to V by R equal to V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 by R. അപ്പൊ ഇവിടെ R പാരലൽ കോമ്പിനേഷന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അതായത് കോയിൽ എയും ബിയും പാരലൽ കമ്പൈൻ ചെയ്താൽ പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഇവിടുത്തെ R. അപ്പൊ പാരലൽ കോമ്പിനേഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണ്? 1 by R is equal to 1 by R1 plus 1 by R2. അതായത് 1 by R1 R2 ഇവിടെ 24 ആണ്. അപ്പൊ 1 by 24 plus 1 by 24 equal to 2 by 24. Therefore, R is equal to R by 1 എന്ന് തിരിച്ചിട്ട പോലെ 24 by 2 equal to 24 to 12 times. ഇത്രയും ഓം. അപ്പൊ കോയിൽ എയും ബിയും പാരലൽ കണക്ട് ചെയ്താൽ ലഭിക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് 12 ഓം ആണ്. അത് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് 220 by R എന്ന് പറഞ്ഞാൽ അവിടെ 12. 220 by 12 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 18.3 കിട്ടും. അതാണ് ഇവിടുത്തെ കറന്റ്. അതായത് കറന്റ് ഈസ് ഈക്വൽ ടു 18.3 ആംപിയർ. ഇതാണ് കോയിൽ എയും ബിയും പാരലൽ കണക്ട് ചെയ്താൽ ലഭിക്കുന്ന കറന്റ് അളവ്. അപ്പൊ ഇവിടെ കോയിൽസ് എയും ബിയും സെപ്പറേറ്റ് ആയി യൂസ് ചെയ്താലുള്ള കറന്റ് കണ്ടു. അതേപോലെ തന്നെ സീരീസ് കണക്ട് ചെയ്തുള്ള കറന്റ് കണ്ടു. അതേപോലെ തന്നെ പാരലൽ കണക്ട് ചെയ്തുള്ള കറന്റ് കണ്ടു. ഓക്കെ.